ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിനോടകം തന്നെ തരംഗമായി മാറിയ ആ ടീസറിന് പിന്നാടിയായിട്ട് IMDbയിൽ നമുക്ക് പുതിയ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ ഫിലിമിലേക്ക് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നു. കൃത്യം പറഞ്ഞാൽ 42 ദിനങ്ങൾ കൂടെ ബാക്കി നിൽക്കുന്നു സിനിമയുടെ റിലീസിന്. സെപ്റ്റംബർ 12-നാണ് സിനിമ റിലീസായി എത്താൻ പോകുന്നത്. ഒരൊറ്റ ടീസർ ഉണ്ടാക്കിയ ആ ഒരു മതിപ്പാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അന്യായമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞത്. റാണ ദഗ്ഗുപതി കാന്തയിലൂടെ ഈ ഒരു ചിത്രത്തിലേക്ക് ദുൽഖറിനെ ആനയിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് നായകൻ ദുൽഖറാണ് എന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കുകയാണ്, അത് ഒന്നും കാണാതെയല്ല, അത് ദുൽഖറിന് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ക്യാരക്ടറായി മാറുന്നു. സ്മിത്തിൻ്റെയും DQവിൻ്റെ വേഫെയർ ഫിലിമും ചേർന്ന് നിർമ്മിക്കുന്ന കാന്ത എന്ന ചിത്രം ഇന്ന് തരംഗം സൃഷ്ടിക്കുന്നത് ഇന്ത്യക്കകത്തും മുഴുവനായിട്ടാണ്. മലയാളികൾക്ക് മാത്രമല്ല പ്രിയങ്കരനാകുന്നത് ദുൽഖർ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. തമിഴിലും തെലുങ്കിലുമൊക്കെ ഈ സിനിമയ്ക്ക് അത്രത്തോളം മതിപ്പാണ്. ആ ഒരൊറ്റ ടീസർ നൽകിയ മതിപ്പ് അത് തന്നെയാണ്. ഒരു ബയോപിക്കായിട്ട് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് വലിയ അനക്കമുണ്ടാകില്ല എന്ന്, അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കില്ല ബോക്സ് ഓഫീസിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരു ഓഫ് ബീറ്റ് സിനിമയുടെ രീതിയിൽ വന്ന സിനിമ ഇന്ന് ഒരു വല്ലാത്ത ഒരു ത്രില്ലർ ഗണത്തിലേക്ക് സിനിമയെ നയിക്കുന്നു. അതിൻ്റെ ടീസർ എന്ന് തന്നെ പറയാം. ഒപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ള ലെവലിലേക്ക് തന്നെ ദുൽഖറും നിൽക്കുന്നു. എന്താണെങ്കിലും ഇന്ന് IMDbയിലെ ടോപ്പ് ആൻറ്റിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ ഫിലിമിലേക്ക് എത്തുമ്പോൾ അത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മലയാളത്തിൻ്റെ ഭാഗ്യം തന്നെയാണ് ദുൽഖർ. ഇന്ത്യയുടെ അഭിമാനവുമാണ് ദുൽഖർ. കാരണം കമലഹാസന് ശേഷം അമ്മാതിരി ഒരു സിനിമകളിലൂടെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഏക നടനാണ് ഇന്ത്യക്കകത്തുള്ള, അതായത് സ്വന്തം ലാംഗ്വേജിന് മുകളിലേക്ക് പറന്നുയരാൻ അവിടെ പോയി വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഏക നടൻ കമലഹാസനായിരുന്നു. കമലഹാസൻ്റെ ചുവട് പിടിച്ച്, അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ കമലഹാസന് ശേഷം ആര് എന്നുള്ളതിന് ചോദ്യം അല്ല, ഉറപ്പായിട്ടുള്ള ഉത്തരവുമായിട്ടാണ് ദുൽഖർ നിൽക്കുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.